أعوذ بالله من الشيطان الرجيم إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم وهو الشكور فلن يضيع سعيهم لكن يضاعفه بلا حسبان ما للعباد عليه حق واجب هو أوجب الأجر العظيم الشان كلا ولا عمل لديه ضائع إن كان بالإخلاص والإحسان إن عذبوا فبعدله أو نعموا فبفضله والحمد للمنان. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുന്നതിനിടയിൽ ധാരാളം അസ്മാഉകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു. പരിശുദ്ധ റമളാനിന്റെ മുമ്പ് വിശദീകരിച്ച പേരുകൾക്ക് ശേഷം ആ വിഷയത്തിന്റെ പരമ്പര ഇൻഷാ അല്ലാഹ് തുടരുകയാണ്. അർഹമർ റഹീമീനായ തമ്പുരാൻ അവനെ സംബന്ധിച്ച് പറയുന്ന അവന്റെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ച് പ്രകീർത്തിക്കുന്ന ഈ മഹത്തായ സംരംഭത്തിലൂടെ ധാരാളം അനുഗ്രഹങ്ങളും നിഅമത്തുകളും നമുക്കവൻ ചൊരിഞ്ഞു തന്ന് അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു എല്ലാവർക്കും മോചനം നൽകുകയും പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം എന്നെന്നും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ മറ്റൊരു പേരാണ് ഷക്കൂർ, അതുപോലെ തന്നെ ഷാക്കിർ. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് ഷക്കൂർ എന്ന് അല്ലാഹുവിന്റെ പേര് അവൻ പറഞ്ഞതായി കാണാം. 2 സ്ഥലത്ത് ഷാക്കിർ എന്ന പേരും പറഞ്ഞതായി കാണാം. ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഏറെ നന്ദിയുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചവൻ ഏറെ നന്ദിയുള്ളവനാണ്, ഷക്കൂറാണ്, ഷാക്കിറാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് മുഅ്മിനുകൾ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഒരല്പസമയം നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വചനമായി ഇബ്നു ജരീർ തബരി അവിടുത്തെ തഫ്സീറിൽ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. അല്ലാഹുവിനെ പറ്റി അവൻ പറയുന്നു, ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഗഫൂറാണ്. അതുപോലെ തന്നെ ഷക്കൂർ, ഏറെ നന്ദിയുള്ളവനാണ്. എന്താണ് അങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശം? മഹാനവറുകൾ പറയുന്നു, ഇന്നഹു ഗഫൂറുൻ ലിദുനൂബിഹി. അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് സംഭവിക്കുന്ന പാപങ്ങളെ പൊറുക്കുന്നവനാണ്. ഷക്കൂറുൻ ലിഹസനാതിഹിം, അവരിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസനത്തുകളെ അഥവാ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് ഏറെ നന്ദി കാണിക്കുന്നവനാകുന്നു അല്ലാഹു.
അതുപോലെ തന്നെ ഇന്നല്ലാഹ ഗഫൂറുൽ ലിദ്ദുനൂബി ശകൂറുൽ ലിൽ ഹസനാതി, നന്മകൾക്ക് അള്ളാഹു ഏറെ നന്മ ചെയ്യുന്നവരോട് അള്ളാഹു ഏറെ നന്ദി കാണിക്കുന്നു. ഏത് നിലക്ക് യുദാഇഫുഹാ, ആ നന്മക്ക് അവൻ ധാരാളക്കണക്കിന് ഇരട്ടിക്കിരട്ടിയായിട്ടാണ് നൽകുന്നത്. ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ വാചകമായി ഇതുപോലെ തന്നെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. ഹുവല്ലദീ, അല്ലാഹു ശക്കൂറാണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹുവ, അവൻ അല്ലദീ യശ്കുറുൽ യസീറ മിനത്താഅതി, മനുഷ്യർ ചെയ്യുന്ന നിസ്സാരമായ സൽക്കർമ്മങ്ങൾക്ക് പോലും അവൻ ഏറെ നന്ദി ചെയ്യുന്നു. ഫയുസീബു അലൈഹിൽ കസീറ മിനസ്സവാബ്, അവർക്ക് കണക്കല്ലാത്ത പ്രതിഫലം നൽകുന്നു. വയുഅത്തിൽ ജസീല മിനൻ നിഅമ, ധാരാളക്കണക്കിന് നിഅമത്തുകൾ അവൻ വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശക്കൂറാണ്, ഷാക്കിറാണ് എന്നൊക്കെ പറയുമ്പോ ഇമാം ബൈഹഖി പോലെയുള്ള പണ്ഡിതന്മാർ ഇതേ ആശയം പറഞ്ഞതായി കാണാം. ഹുവല്ലദീ യശ്കുറുൽ യസീറ മിനത്ത്വാഅതി വയുഅതി അലൈഹിൽ കസീറ മിനൽ മസൂബതി, ധാരാളക്കണക്കിന് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്നു, അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. പക്ഷേ അതിനൊന്നും പകരം ഈ മനുഷ്യന്മാർ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തിട്ടല്ല. കുറച്ചു കാര്യങ്ങൾ അടിമകൾ ചെയ്യുമ്പോഴേക്ക് തന്നെ അല്ലാഹു അതിന് ഏറെ നന്ദിയോടുകൂടി വലിയ വലിയ പ്രതിഫലമാണ് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വഹുവശകൂറു ഫലൻ യുദയ്യ സഅയഹും ലകിൻ യുദാഇഫുഹു ബിലാ ഹുസ്ബാനി. അല്ലാഹു ശക്കൂറാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് ചെയ്യുന്ന ഏത് അധ്വാനങ്ങളെയും അല്ലാഹു പാഴാക്കുന്നതല്ല. ലകിൻ യുദാഇഫുഹു ബിലാ ഹുസ്ബാനി, കണക്കല്ലാത്ത നിലക്ക് ഇരട്ടിക്കായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ത് തന്നെ അമല് ചെയ്താലും അല്ലാഹുവിന്റെ അടുക്കൽ അത് പാഴായി പോകുന്ന പ്രശ്നമില്ല. കല്ലാ വലാ അമലുൽ ലദൈഹി ളായിഉൻ ഇൻ കാന ബിൽ ഇഖ്ലാസി വൽ ഇഹ്സാനി. ഇഖ്ലാസോടുകൂടി നല്ല നിലക്കൊരാൾ ഏത് നിസ്സാരമായ കാര്യം അല്ലാഹുവിന് വേണ്ടി ചെയ്താലും അതൊന്നും തന്നെ പടച്ച തമ്പുരാന്റെ കണക്കില്ലെന്ന് നഷ്ടപ്പെടുകയോ പ്രതിഫലം ലഭിക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നതല്ല. ഈ അർത്ഥം തന്നെയാണ് പണ്ഡിതന്മാർ ഏതാണ്ടെല്ലാം വിശദീകരിച്ചത്. ഇനിയും നമുക്ക് കാണാം ഷാക്കിർ, ശക്കൂർ എന്നൊക്കെയുള്ള നാമത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാര് പറയുന്നു, അല്ലദീ അല്ലാഹു യശ്കുറുൽ ഖലീല മിനൽ അമലി, കുറഞ്ഞ പ്രവർത്തനം ചെയ്യുമ്പോഴേക്ക് തന്നെ അല്ലാഹു ആ ചെയ്ത പ്രവർത്തനം ചെയ്ത ആളുകളോട് ഏറെ നന്ദി കാണിക്കുന്നു. വയഗ്ഫിറുൽ കസീറ മിനസ് സലലി, എത്ര തന്നെ പാപങ്ങളും അബദ്ധങ്ങളും വന്നുപോയിട്ടുണ്ടെങ്കിലും അല്ലാഹു ഏറെ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. വയുളാഇഫു ലിൽ മുഖ്ലിസീന അഅമാലഹും ബിഗൈരി ഹിസാബിൻ, ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കല്ലാതെ വാരിക്കോരി ഇരട്ടിക്കിരട്ടിയായി കൊടുക്കുന്നു. വയശ്കുറു ശാകിരീന, അവനോട് നന്ദി കാണിക്കുന്നവരോട് അവൻ ഏറെ ഇങ്ങോട്ട് നന്ദി കാണിക്കുന്നു. വയദ്കുറു മൻ ദകറഹു, അവനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരെ അവനും ഓർക്കുന്നു. ومن تقرب إليه بشيء من الأعمال الصالحة تقرب الله منه أكثر. അല്ലാഹുവിലേക്ക് അമലുകളിലൂടെ നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ ഒരാൾ അല്ലാഹുവിലേക്ക് അല്പം പോലും അല്പമെങ്കിലും അടുക്കുമ്പോഴേക്ക് അല്ലാഹു അതിനേക്കാൾ ഏറെ അവനോട് ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്നു. ഇതൊക്കെ ശക്കൂർ, ഷാക്കിർ എന്ന് പറയുന്നതിന്റെ ആശയമാണെന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ പറ്റി ശക്കൂർ, ഷാക്കിർ എന്നൊക്കെ മനസ്സിലാക്കിയ മുസ്ലിമുകൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നിസ്സാരമായ അമല് പോലും ചെറിയ ഒരു അമലിന് വരെ അല്ലാഹുവിന്റെ അടുക്കൽ അളവറ്റ പ്രതിഫലമാണുള്ളത്. അതുകൊണ്ട് നമ്മളോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏതൊരു കാര്യത്തെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. അതൊരു ചെറിയ സുന്നത്തല്ലേ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമല്ലേ എന്ന നിലയ്ക്ക് നിങ്ങൾ വിട്ടുകളയരുത്. അല്ലാഹുവിന്റെ അടുക്കൽ അതിനൊക്കെ വലിയ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. കാരണം അല്ലാഹുവിന്റെ സ്വഭാവം, അവനോട് നമ്മൾ ഒരു ചെറിയ നന്മ അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ ചെയ്താൽ
ഇരട്ടിക്കരട്ടിയായിട്ടാണ് അവൻ തിരിച്ചു തരുന്നത്, ഇരട്ടിക്കരട്ടിയായിട്ടാണ് അവൻ ഇങ്ങോട്ട് പ്രതിഫലം നൽകുന്നത്. അതാണ് അവൻ ശക്കൂറാണ്, ഏറെ നന്ദിയുള്ളവനാണ്. അവനോട് അങ്ങോട്ട് ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും ആ തോതനുസരിച്ചിട്ടല്ല വിശദീകരണം വഴിയേ വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ, ലാ തഹ്തിറന്ന, നീ ഒരിക്കലും നിസ്സാരമായി കാണരുത്, മിനൽ മഅറൂഫി ശൈഅൻ, സൽക്കർമ്മങ്ങളിൽ നിന്ന് സദാചാരങ്ങളിൽ നിന്ന് ഒന്നിനെയും നീ അത് വളരെ ചെറുതല്ലേ, ഒരു ചെറിയ സംഗതിയല്ലേ, അതിലൊക്കെ ഇത്ര കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നീ അതിനെ തള്ളിക്കളയരുത്. എത്രത്തോളം എന്നല്ലേ, വലൗഅൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് നീ ഒന്ന് പ്രസന്നമായ മുഖത്തോടുകൂടി, ഒന്ന് പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നീ അഭിമുഖീകരിക്കുന്നത് വരെ നീ നിസ്സാരമായി കാണരുത്. അതിനും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രോത്സാഹനം നൽകുന്നു. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇത്തഖുന്നാർ, ജനങ്ങളെ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, തീയനെ നിങ്ങൾ സൂക്ഷിക്കണേ. നരകത്തിയിൽ അകപ്പെടുന്നതില്ലെന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ അഭയം ചോദിക്കണേ. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും, ഒരു കാരക്കയുടെ ചീളല്ലേ ഇതൊരാൾക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ നിനക്കതുകൊണ്ട് വലിയ പ്രതിഫലമായിരിക്കും ഉണ്ടാവുക. അപ്പൊ സൽക്കർമ്മങ്ങളിൽ നിന്ന് നീ ഒന്നിനെയും നിസ്സാരമായി കാണണ്ട. ഫഇല്ലം യജിദ് ഫബികലിമത്തിൻ തയ്യിബ, നല്ല ഒരു വാക്കൊരാളോട് പറയുന്നതെങ്കിലും, ഒരു നല്ല വർത്തമാനം പറയുന്നതെങ്കിലും അതുപോലും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിഷയങ്ങളിലും ചെറിയ ചെറിയ സംഗതികൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലമാണ് നൽകുന്നത്. അതാണ് ഏറെ നന്ദി ചെയ്യുന്നവനാണ് അല്ലാഹു ശകൂർ. ഷാക്കിർ എന്ന് പറയുമ്പോൾ നന്ദി ചെയ്യുന്നവൻ എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ഇതിന് ഉദാഹരണമായി ധാരാളം കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂല് അതാ വിശുദ്ധ ഖുർആനിലെ ആയത്തോരി തരുന്നു നമുക്ക്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാഅ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമായിട്ട് ഇങ്ങോട്ട് നൽകപ്പെടുമ്പോ ഏറെ വർധനവോടുകൂടിയാണ് നൽകുന്നത്. അതിന് പല ഉദാഹരണങ്ങളും ഖുർആൻ പറയുന്ന കൂട്ടത്തിൽ സദഖയെ പറ്റി പറഞ്ഞെടുത്ത് പറയുന്നു. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. അംബത്തത്ത് സബഅ സനാബിൽ, ഒരേ ധാന്യമണിയിൽ നിന്ന് അത് മുളച്ചു പൊങ്ങിയിട്ട് 7 കതിരുകൾ ഉണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരുകളിലും 100 വീതം മണികൾ. അപ്പൊ 700 ഇരട്ടിയായില്ലേ? അതുകൊണ്ടും തീരുന്നില്ല. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇനിയും ഇരട്ടിക്കരട്ടിയായി കൊടുക്കുന്നതാണ്. അല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ അടുക്കൽ ഇത്രയൊക്കെ ആളുകൾ, കോടിക്കണക്കിന് മനുഷ്യന്മാര് ധർമ്മം ചെയ്യുമ്പോ ഇവർക്കൊക്കെ 70ഉം 700ഉം അതിലേറെയും ഒക്കെ ഇരട്ടിയായി കൊടുക്കാൻ മാത്രം പടച്ചവന്റെ അടുത്തുണ്ടോ? തീർന്നു പോവില്ലേ എന്ന് സംശയിക്കേണ്ട. അല്ലാഹു ഉടനെ പറയുന്നു, വല്ലാഹു വാസിഉൻ അലീം, അവൻ വിശാലനാണ്, അവൻ എല്ലാം അറിയാം, അവൻ കൊടുത്താൽ തീരാത്തവനാണ്. ആർക്കൊക്കെ കൊടുക്കണം എന്ന് അലീമുൻ, അവൻ നന്നായിട്ട് അറിയുന്നവനുമാണ്. അപ്പൊ പടച്ചതമ്പുരാൻ അങ്ങനെയാണ്. അങ്ങോട്ടൊരു നന്മ ചെയ്താൽ അതിന് ഇരട്ടിക്കരട്ടിയാണ് തരുന്നത്. ഇനിയും റബ്ബ് പറയുന്നു, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു ഒരു അണുത്തൂക്കം പോലും അവന്റെ അടിമകളോട് അനീതി കാണിക്കില്ല. ഒരു ദർറത്തിന്റെ അത്ര ഒരു അണുത്തൂക്കം പോലും അല്ലാഹു ഒരാളോടും ദുൽമ ചെയ്യുന്നതല്ല, അക്രമം കാണിക്കുന്നതല്ല, അനീതി കാണിക്കുന്നതല്ല. വഇൻ തകു ഹസനതൻ യുദാഇഫുഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. വഇൻ തകു ഹസനതൻ, ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ യുദാഇഫുഹാ, അവൻ ഇരട്ടിക്കരട്ടിയായി കൊടുക്കുന്നു. അവന്റെ പക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം അവൻ നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സദഖയുടെ കാര്യം പറഞ്ഞെടുത്ത് റസൂലുള്ള ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു.
മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, നല്ല മുതലിൽ നിന്ന് ഹലാലായ നിലക്ക് സമ്പാദിച്ച സാലിഹായ ധനത്തിൽ നിന്ന് ആരെങ്കിലും ഒരു കാരക്കയുടെ അത്രതെങ്കിലും ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല മുതലിൽ നിന്ന് ഒരാൾ ഒരു കാരക്കയോളം ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് റസൂലുള്ള ഉടനെ പറയുന്നു വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയുമില്ല. അത് പ്രത്യേകം അവിടെ പറഞ്ഞു വെച്ചു. ധർമ്മം ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ല, കൊടുക്കുന്ന മുതൽ ശുദ്ധമാകണം. ശുദ്ധമായ വഴിയിലൂടെ സമ്പാദിച്ച മുതലിൽ നിന്ന് കൊടുത്താലേ അല്ലാഹു സ്വീകരിക്കൂ. കാരണം വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതേ അല്ല. നല്ല മുതലിൽ നിന്ന് ഒരാൾ ഒരു കാരക്കച്ചീളോളമാണ് ധർമ്മം കൊടുത്തതെങ്കിലും ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു അതാ ധർമ്മം ചെയ്ത മനുഷ്യരിൽ നിന്ന് സന്തോഷത്തോടുകൂടി അവന്റെ വലത് കരം കൊണ്ടവൻ സ്വീകരിക്കുന്നു. സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ, എന്നിട്ട് ആ ധർമ്മം ചെയ്ത മനുഷ്യന് വേണ്ടി അല്ലാഹു അതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. ഏതുവരെ? കമായുറബ്ബിയതുപോലെ കമായുറബ്ബി അഹദുക്കും ഫലൂവഹു, നിങ്ങളിൽ ഒരാൾ തന്റെ ഒരു ഒട്ടകക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുതിരക്കുട്ടിയെ, ചെറുപ്പത്തിൽ ഒരു കുതിരക്കുഞ്ഞിനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നോക്കിയുണ്ടാക്കി തീറ്റ കൊടുത്ത് അതിന് വേണ്ട സൗകര്യങ്ങളും സന്നാഹങ്ങളും മാലയും ഒക്കെ ഒരുക്കിയിട്ട് അതിന് വേണ്ട പോഷണങ്ങൾ നൽകിയിട്ട് അതിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരാറില്ലേ? അങ്ങനെ അല്ലാഹു ഇതിനെ ഇങ്ങനെ വളർത്തി മുതല് നല്ലതായ ധർമ്മം ചെയ്തിട്ടുള്ള ഏതൊരു നിസ്സാരമായ ധർമ്മമാണെങ്കിലും അത് അല്ലാഹു വളരെ വളർത്തി കൊണ്ടുവന്ന് ഹത്താ തകൂന മിസ്ലൽ ജബലി, അതൊരു മലയോളമായി തീരുന്നത് വരെ നീ ധർമ്മം ചെയ്തിട്ടുള്ളവരെ കാരക്ക സമാനമായ ഒരു ധർമ്മം അല്ലാഹുവിന്റെ അടുക്കൽ നീ മഹ്ശറിൽ എത്തുമ്പോ അതൊരു വലിയ പർവ്വത സമാനമായിട്ടാണ് നിനക്കത് കാണുന്നത്. അല്ലാഹു അത് നിനക്ക് വേണ്ടി അവിടെ വളർത്തി വച്ചിരിക്കുകയാണ്. അങ്ങനെ പർവ്വത സമാനമായി നീ ഒരു കാരക്കയോളം വരുന്ന ഒരു സാധനം ധർമ്മം ചെയ്തിട്ട് അത് അല്ലാഹുവിന്റെ അടുത്തെത്തുമ്പോ അതിന്റെ പ്രതിഫലം പർവ്വത സമാനമായ നിലക്ക് നീ ധർമ്മം ചെയ്തതിന് തുല്യമായിട്ട് നിനക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഇത് അല്ലാഹു ശക്കൂറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ്. റസൂലുള്ളാഹിന്റെ അരികിലതാ അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജാഅ റജുലുൻ ബിനാഖത്തിൻ മഖ്തൂമ, ഒരു മൂക്ക് കയറിട്ട ഒരു ഒട്ടകത്തെയുമായി റസൂലുള്ളാഹിന്റെ അരികിൽ ഒരാൾ വരുന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ ഈ ജീനിട്ട അല്ലെങ്കിൽ ഈ മൂക്ക് കയറിട്ട ഒട്ടകത്തെയുമായി റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഹാദിഹി ഫീ സബീലില്ലാഹ്, നബിയേ ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എന്റെ സ്വതക്കയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള എന്റെ ധർമ്മമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ആ മനുഷ്യനോട് സഹാബിയോട് സന്തോഷം പറയുന്നു, ലക ബിഹാ യൗമൽ ഖിയാമ 700 നാഖത്തിൻ കുല്ലഹാ മഖ്തൂമാ, നിനക്ക് ഇതിന് പകരമായി നാളെ പരലോകത്ത് അന്ത്യനാളിൽ 700 ഒട്ടകങ്ങളുണ്ട്. ഈ 700 ഒട്ടകങ്ങളും ഇങ്ങനെ കടിഞ്ഞാനിട്ട് 700 ഒട്ടകങ്ങളെ ഈ ഒട്ടകത്തിന്റെ പകരമായിട്ട് നിനക്ക് മഹ്ശറിൽ കാണാം, പരലോകത്ത് നിന്റെ നന്മയുടെ റിക്കാർഡിൽ കാണാമെന്ന് റസൂലുള്ള പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പറയുന്ന ഒരു സന്തോഷ വാർത്തയാണത്. അല്ലാഹു ശക്കൂറാണെന്ന് പറയുമ്പോ അല്ലാഹു ഏറെ നന്ദി കാണിക്കുന്നവനാണ്. അതിന്റെ ആശയമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലാഹു ഇങ്ങനെ ഇരട്ടിക്കരട്ടി തരുന്നത് നന്മകൾക്ക് മാത്രമാണ്. അതും അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്ദിയാണ് നമ്മളോട്. അല്ലാഹുക്ക് നമ്മളൊരു ഉപകാരം ചെയ്തിട്ടൊന്നല്ല അല്ലാഹു ഈ നന്ദി കാണിക്കുന്നത്. പടച്ച തമ്പുരാൻ അവന്റെ ഏറ്റവും വലിയ ഒരു സിഫത്താണ് ഈ പറയുന്നത്, അവന്റെ പേരാണ്. അവൻ ഇങ്ങോട്ടെന്ത് കിട്ടി എന്ന് നോക്കിയിട്ടല്ല, ഏറെ വർധനയോടുകൂടി അങ്ങോട്ട് തരുന്നവനാണ്. അവനെ കോപിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തവനല്ലേ എന്ന നിലയ്ക്ക് ഇരട്ടിക്കരട്ടി ശിക്ഷ കൊടുക്കുന്ന പരിപാടി അവനില്ല. നന്മക്കാണ് അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത്. നന്മക്കാണ് അല്ലാഹു ഇരട്ടിക്കരട്ടിയായി കൂലി കൊടുക്കുന്നത്. മറിച്ച് ഒരടിമ തെറ്റ് ചെയ്താൽ അവന് ഇരട്ടിക്കരട്ടിയായിട്ട് ശിക്ഷ കൊടുക്കുന്ന പരിപാടി അല്ലാഹുവിനില്ല. അത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അവന്റെ ശക്കൂറാണ്. അവന്റെ ഏറ്റവും വലിയ ഒരു റഹ്ഫത്തും റഹ്മത്തുമാണ് അടിമകളോട്. ശുദ്ധ ഖുർആൻ പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിത്ലഹാ വഹും ലാ യുദ്ലമൂൻ.
സൂറത്തുൽ അൻആമിൽ നമുക്ക് 160-ാമത്തെ ആയത്തായി അല്ലാഹു പറയുന്നു, മൻജാ ബിൽ ഹസനതി, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, ഫലഹു അശ്റു അംസാലിഹാ, അവൻ അതിന്റെ 10 കണക്കിന് 10കളായിട്ട് ഇരട്ടിക്കിരട്ടിയായിട്ട് അല്ലാഹു കൊടുക്കുന്നതാണ്. അതേ അവസരത്തിൽ അവൻ ജാ ബിസ്സയ്യതി, ആരെങ്കിലും ഒരു തിന്മ ചെയ്താലോ ഒരു തിന്മ കൊണ്ടുവന്നാലോ, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, തത്തുല്യമായ കൂലിയല്ലാതെ അല്ലാഹുവിന് കൊടുക്കുന്നതല്ല. വഹും ലാ യുദ്ലമൂന, ഒരു കാരണവശാലും അല്ലാഹു അവരോട് അക്രമമോ അനീതിയോ കാണിക്കുന്നതുമല്ല. ഇത് നമ്മൾ ശരിക്കും അല്ലാഹുവിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട, അവൻ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അല്ലാഹു ഒരു നന്മയുടെ കൂലിയല്ല തരുന്നത്. ഒരു നല്ല കാര്യം ചെയ്താൽ 10 കൊണ്ടാ തുടങ്ങുന്നത്. പിന്നെ ചെയ്തവന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് 10ഉം 200ഉം 700 വരെയും അതിലപ്പുറവും പടച്ചതമ്പുരാൻ ഏറ്റി തരാണ്. അതേ അവസരത്തിൽ അവന്റെ അടിമയിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാലോ, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന് 10 മുതൽക്കല്ല ശിക്ഷ തുടങ്ങുന്നത്, ഒരു തെറ്റിനുള്ള ശിക്ഷയെ നൽകുന്നുള്ളൂ. ഒരു നന്മ ചെയ്താൽ 10 നന്മ മുതൽക്കുള്ള പ്രതിഫലമാ തുടങ്ങുന്നതെങ്കിൽ, ഒരു തിന്മ മനുഷ്യരിൽ നിന്ന് വന്നുപോയാൽ അല്ലാഹു അവനെ പിടിക്ക് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല. ഒരു തിന്മ വന്നുപോയാൽ ആ ഒരു തിന്മക്ക് തുല്യമായ ഒരു ശിക്ഷയാണ് അവന് കിട്ടുന്നത്. ഇതാണ് അല്ലാഹു പറയുന്നത്, മൻജാ ബിൽ ഹസനതി, ആരെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ടുവന്നാൽ അവന് ഇരട്ടിക്കിരട്ടിയാണ്, അതിന്റെ 10 കണക്കിന് ഇരട്ടിയായിട്ട് അങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. മറിച്ച് ഒരു തെറ്റ് കൊണ്ടുവന്നാലോ ഒരു തിന്മ കൊണ്ടുവന്നാലോ ഫലാ യുജ്സാ, അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല, ഇല്ലാ മിസ്ലഹാ, ആ തെറ്റിന് തുല്യമായ നിലക്കുള്ള ഒരു ശിക്ഷയല്ലാതെ നൽകപ്പെടുകയില്ല. ഇത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അന്നാമിലെ 160-ാമത്തെ ആയത്തിന് പുറമെ ഗാഫിറിലെ 40-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നു, മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ആരെങ്കിലും ഒരു സയ്യിഅത്ത് പ്രവർത്തിച്ചാൽ, ഒരു തിന്മ പ്രവർത്തിച്ചാൽ, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അതിന് തുല്യമായ പ്രതിഫലമല്ലാതെ അല്ലാഹു കൊടുക്കൂല. 10 കണക്കിന് നീ ഒരു തെറ്റ് ചെയ്തില്ല, എന്നാൽ എനിക്ക് 10 ഇരട്ടി ശിക്ഷ മുതൽക്കാ തുടങ്ങുന്നത് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഇത് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതേ അവസരത്തിലോ വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ ഈമാനോടുകൂടി ഒരാൾ സൽക്കർമ്മം പ്രവർത്തിച്ചാലോ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. യുർസഖൂന ഫീഹാ, സ്വർഗത്തിൽ വെച്ചവർക്ക് അന്നം നൽകപ്പെടുന്നതാണ്, വിഭവങ്ങൾ നൽകപ്പെടുന്നതാണ്. ബിഗൈരി ഹിസാബ്, കണക്കല്ലാത്ത നിലക്ക്, കണക്കൊന്നുമില്ല. പടച്ചോന് നന്മ ചെയ്തവർക്ക് കൂലി കൊടുക്കുമ്പോ കണക്കൊന്നുമില്ല, വാരിയിട്ടാ കൊടുക്കല്. തിന്മ ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുമ്പോഴോ അത് വളരെ കറക്റ്റ്, ആ ചെയ്ത തിന്മക്ക് തുല്യമായ ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. ഇത് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ഷക്കൂറാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസി തന്റെ റബ്ബിനെ സംബന്ധിച്ച്, എന്റെ റബ്ബിന് അത്രയും ഞങ്ങളോട് സ്നേഹമാണ്, അവൻ നമ്മളോട് വാത്സല്യമുള്ളവനാണ്, അവൻ നമ്മളോട് അനുകമ്പയുള്ളവനാണ്, ദയയുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി, ഏറെ നന്ദിയുള്ളവനല്ലേ ഷക്കൂറിന്റെ അർത്ഥം. നമുക്കെന്താ അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്? നിസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോൽക്കുന്നവർക്ക്, സക്കാത്ത് കൊടുത്തിട്ടുള്ളവർക്ക്, ഹജ്ജ് ചെയ്യുന്നവർക്ക്, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത് എന്താ? സ്വർഗം. ഈ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ പറയുന്നത് കേട്ടാൽ, അവയൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, നമ്മൾ ചെയ്യുന്ന ഒരു നിസ്കാരത്തിന് പകരമായിട്ടാ അല്ലാഹു ഈ സ്വർഗം തരുന്നത്. നമ്മുടെ ഈ നിസ്സാരമായ 10-60 കൊല്ലത്തിനിടക്ക് ഒരു മനുഷ്യൻ ജീവിച്ചാൽ തന്നെ 10-30 കൊല്ലമാണ് ഉറങ്ങാതെ ഉണർന്നുകൊണ്ട് ജീവിക്കുന്ന പ്രായം. അതിൽ തന്നെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനും ജോലിയുടെ ആവശ്യത്തിനും വേണ്ടി എത്രയോ കൊല്ലങ്ങൾ നീക്കിവെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയ കൊല്ലങ്ങൾ മാത്രമാണ് നമുക്ക് അമൽ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും കിട്ടുന്നത്. തുച്ഛമായ കർമ്മം ചെയ്യുമ്പോഴേക്ക് അല്ലാഹു ഓഫർ ചെയ്യുന്നതോ ശാശ്വതമായ സ്വർഗമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ ചെയ്യുന്ന അമലിന്റെ തുല്യമായിട്ടൊന്നുമല്ല അല്ലാഹു തരുന്ന സ്വർഗം. അല്ലാഹുവിന്റെ സ്വർഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അമൽ ഒന്നുമല്ല. പടച്ചതമ്പുരാൻ നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സുഖങ്ങളും സൗകര്യങ്ങളും നോക്കുമ്പോ നമ്മളത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ ഒന്നുമല്ല, വളരെ നിസ്സാരമാണ്.
അതും അള്ള ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഒരാൾ സ്വർഗത്തിൽ കടക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ അമല് കൊണ്ടല്ല, അള്ളാഹുടെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അള്ളാഹുടെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങളെ, ലാ യുദ്ഖിലു അഹദം മിൻകും അമലുഹുൽ ജന്ന വലാ യുജീറുഹു മിനന്നാർ. നിങ്ങളിൽ ഒരാളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല അമലുഹു, അവന്റെ പ്രവർത്തനം. അമല് ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു അമല് എനിക്ക് സ്വർഗം കിട്ടാൻ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനൊന്നും വകുപ്പില്ല. സ്വർഗത്തിന് തുല്യമായ നിലക്കൊരു അമല് ചെയ്യാൻ ഈ ലോകത്തൊരാൾക്കും കഴിയുന്നതും അല്ല. വലാ യുജീറുഹു മിനന്നാരി, നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന നിലക്കും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നു, അമല് കൊണ്ടൊന്നും ഒരാൾ സ്വർഗത്തിൽ കടക്കില്ലെങ്കിൽ നബിയേ, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയും അങ്ങനെ തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ അന, എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്ത അമല് കൊണ്ടൊന്നുമല്ല സ്വർഗത്തിൽ പോകുന്നത്. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മത്തിൻ, അള്ളാഹു അവന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗത്തിൽ കിടക്കുന്നതല്ല. എന്താ റസൂല പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ നോക്കൂ. നമ്മൾ പറയും, ഇപ്പൊ സ്വർഗത്തിൽ തന്നെ എത്ര നിസ്കരിക്കുന്നത്, 5 നേരം ദിവസം നമുക്ക് ആ 30 നോറ്റ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര ഉമ്രക്ക് പോയി ഹജ്ജിന് പോയി, ഇനിയൊക്കെ സ്വർഗത്തിൽക്കല്ല പടച്ചോമിന് എന്ത് ചെയ്യാനാ? അങ്ങനെയല്ല, നിങ്ങൾ അമല് ചെയ്തുകൊണ്ടൊന്നും ഇപ്പൊ സ്വർഗത്തിൽക്കാണ് പോകുന്നു വിചാരിക്കണ്ട. പടച്ചോന്റെ റഹ്മത്ത് കിട്ടണം, അള്ളാഹുടെ ഫളിലോണ്ടാ സ്വർഗത്തിൽ പോകുന്നത്. സ്വർഗത്തിന്റെ സുഖസൗകര്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ ഈ നിസ്കാരവും നോമ്പൊക്കെ എവിടെ കിടക്കുന്നു? അള്ളാന്റെ സ്വർഗത്തിന്റെ മൂല്യമുണ്ടോ നമ്മളെ നിസ്കാരത്തിന്? അപ്പൊ അത് അള്ള നമുക്ക് സ്വർഗം തരുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഒരു ഫളിലാന്നാ പറയുന്നത്, അവന്റെ ഒരു ഔദാര്യമായിട്ട് തരുന്നതാ. അല്ലാതെ ഈ ലോകം കണ്ട ഏറ്റവും അമല് ചെയ്ത അള്ളാഹുവിന്റെ റസൂല് പോലും പറയാണ്, എന്റെ അമല് കൊണ്ട് പോലും സ്വർഗത്തിൽ കിടക്കാൻ മാത്രമല്ല, സ്വർഗത്തിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോ എന്റെ അമലും അവിടേക്ക് എത്താൻ മാത്രമല്ല. ആ അള്ളാഹുവിന്റെ റസൂലാണത് പറയുന്നത്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? അപ്പൊ റസൂല് പറഞ്ഞല്ലോ, എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മത്തിൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെയും പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല. അപ്പൊ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ അന ഇല്ലാ ബിറഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. നോക്കൂ നിങ്ങൾ, അത് ഏറ്റവും വലിയ പടച്ചോൻ. ഇതാണ് നമ്മൾ ശക്കൂർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ശക്കൂർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് ഏറെ നന്ദിയാണ് കാണിക്കുന്നത്, ഏറെ നന്ദി കാണിക്കുന്നവനാണ് അല്ലാഹു. നമ്മൾ ചെയ്യുന്നതിനൊന്നും അനുസരിച്ചൊന്നല്ല. നമുക്കൊരാളൊരു ഉപകാരം ചെയ്തു തന്നാൽ നമ്മൾ അങ്ങോട്ട് ശുക്ർ പറഞ്ഞാൽ എത്രയാപ്പ ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സൽക്കർമ്മങ്ങളോ ഇബാദത്തോ ഉണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിക്കിരട്ടിയായിട്ടാണ് അവൻ ഇങ്ങോട്ട് നന്ദി കാണിക്കുന്നത്. ആ നിലക്ക് നന്ദി കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല തന്നെ. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളുടെ സ്ഥിതി എന്താണ്? ഇനി മനുഷ്യരുടെ സ്ഥിതി അല്ലാഹു തആല പറയുന്നുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ശക്കൂർ എന്ന അല്ലാഹു മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു വളരെ കുറിച്ചും ശക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ല പറയുന്നു, വഖലീലും മിൻ ഇബാദിയശ് ശക്കൂർ, എന്റെ അടിമകളിൽ നിന്ന് ഏറെ നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. ഇപ്പൊ പടച്ചതമ്പുരാൻ നമുക്ക് എത്രയോ ആണ് ഇങ്ങോട്ട് തരുന്നത്. ആ എത്രയോ ഇങ്ങോട്ട് തരുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് എന്താ? നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് നന്ദി കാണിക്കണം. പടച്ചോൻ ഇങ്ങോട്ട് ഏറെ നന്ദി ചെയ്യുമ്പോ പടച്ചതമ്പുരാനോട് അങ്ങോട്ട് ഏറെ നന്ദി കാണിക്കണം. പടച്ചോന് നമ്മുടെ നന്ദി ആവശ്യമുണ്ടായിട്ടല്ല. നമ്മളെല്ലാവരും കൂടെ നന്ദി കേട് കാണിച്ചാലും അള്ളാഹുവിന് ഒന്നും വരാനില്ല. ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹിനോട് ഏറെ നന്ദി കാണിച്ചു, അള്ളാഹുടെ അധികാരത്തിലോ അവന്റെ അന്തസ്സിലോ ഒന്നും കൂടുന്നുമില്ല. പടച്ചതമ്പുരാന് ഒരാളുടെയും ഒന്നും ആവശ്യമില്ല. അവൻ ഖനിയാണ്, അവൻ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിരാശ്രയനാണ്. എന്നാലും അള്ളാഹു നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മളോട് പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് ശുക്ർ കാണിച്ചോളൂ, നന്ദി കാണിച്ചോളൂ. വലാ തക്ഫുറൂ, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. ഒട്ടേറെ സ്ഥലത്ത് നമുക്ക് അള്ളാഹുവിന്റെ ഈ നിർദ്ദേശം കാണാം.
അള്ളാഹിനെ പറ്റി ഷക്കൂർ ഷാക്കിർ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത്രമാത്രം നമ്മളോട് ഇങ്ങോട്ട് നന്ദി ചെയ്യുന്ന, നമ്മൾ ചെറിയ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോഴേക്ക് അതിനൊന്നും മൂല്യമല്ലാത്ത നിലക്ക് എത്രയോ ഇരട്ടിക്കിരട്ടിയായി കോടാനുകോടി ഇരട്ടിക്കിരട്ടിയായി ഇങ്ങോട്ട് തിരിച്ചു തരുന്ന, ഏറെ നന്ദി കാണിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കണം. ശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ലതില്ലെന്ന് നിങ്ങൾ തിന്നോളൂ, ഭക്ഷിച്ചോളൂ. വഷ്കുറൂ ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിനോട് ശുക്ർ കാണിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂന, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. ഇനിയും കാണാം, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബാ വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഹലാലും തയ്യിബുമായതിനെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വഷ്കുറൂ നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ കാണിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂന, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ അല്ലാഹു നമ്മളോട് നന്ദി കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്താണ് ഈ നന്ദി കാണിക്കുക? അല്ലാഹുവിനോട് നമ്മൾ അങ്ങോട്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്നു, പടച്ചോനെ ശുക്രൻ ലക്, എനക്ക് നന്ദി എന്ന് പറയുന്നവരോടുകൂടി തീർന്നോ? പടച്ചതമ്പുരാൻ നമുക്ക് ഏറെ ഇങ്ങോട്ട് തരുന്നു, കണക്കാക്കാൻ കഴിയോ? അല്ലാഹു ചെയ്തത് നിഅമത്ത് ആർക്കാ കണക്കാക്കാൻ കഴിയുക? ഏത് അളവുകോല് കൊണ്ടാണ് തിട്ടപ്പെടുത്താൻ സാധിക്കുക? ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണാമെനക്കെട്ടാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധ്യമേ അല്ല, കണക്കാക്കാൻ കഴിയില്ല. എത്ര വെച്ചിട്ടാ നമ്മൾ നിഅമത്ത് എണ്ണ? ഓരോ മനുഷ്യനും നിഅമത്തൊന്ന് എണ്ണി കണക്കാക്കാൻ നിന്നാല് എത്ര പത്രത്തിൽ എത്ര പേപ്പറിൽ എഴുതണം? എഴുതിയാ തീരുവോ? സ്വന്തം ശരീരം എടുത്താൽ തന്നെ, സ്വന്തം ശരീരം തന്നെ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂന അല്ലാഹു ചോദിക്കുന്നത്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം, അതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുകൂടെ? ഓരോ നിങ്ങളുടെ മനുഷ്യന്റെ ശരീരം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അനലൈസ് ചെയ്ത് അങ്ങോട്ട് ആലോചിച്ചാൽ ഇത്രയും നിഅമത്ത്. കണ്ണിനെന്താ വില, കാതിനെന്താ വില, മൂക്കിനെന്താ വില, വിരലിനെന്താ വില, മനുഷ്യ ശരീരത്തിലെ ഒരു സെല്ല്, ഒരു കോശത്തിനെന്താ വില? കണക്കാക്കാൻ കഴിയോ? എണ്ണിക്കണക്കാക്കാൻ കഴിയോ? മനുഷ്യൻ ജീവിക്കുന്നവന്റെ ചുറ്റുപാട് എല്ലാം തീരില്ല. എന്നിട്ടല്ലേ പ്രപഞ്ചം മുഴുവൻ. സ്വന്തം ഇത് ചിന്തിക്കുന്ന മനുഷ്യന്റെ ആ ചിന്താശേഷിയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, മനുഷ്യന്റെ തന്നെ ശരീരം, അതിലെ ബ്രെയിന്, അവന്റെ കൽബ്, ഹൃദയം, ഓരോന്നും അത്ഭുതങ്ങളുടെ കലവറയല്ലേ? എല്ലാം അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് മുഴുവൻ മനുഷ്യ ശരീരം. അതിൽ തന്നെ ചിന്തിച്ചാൽ തീരില്ല. എത്രമാത്രം പടച്ചവൻ തന്നു. മനുഷ്യൻ ശുക്ർ കാണിക്കുമ്പോ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്നോ പണ്ഡിതന്മാര് പറഞ്ഞു കാണാം. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന മനുഷ്യൻ ആദ്യം അറിയേണ്ടത്, ഞാൻ ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധമുണ്ടാകലാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹിനോട് കാണിക്കുന്ന ശുക്രിൽ ആദ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത് എന്താണ്? എനിക്കൊരുപാട് നിഅമത്തിന്റെ റബ്ബിലൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. ആ ബോധമാണ് നമുക്ക് കുറവ്. ഇന്ന് മഹാഭൂരിപക്ഷത്തിനും കുറവാതാ, അവിടം തന്നെ പഴക്കാണ്. എനിക്കൊക്കെ എന്ത് നിഅമത്ത്, അതൊക്കെ മറ്റുള്ളവർക്കല്ലേ എന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച് നിരാശപ്പെടുകയാണ്. എന്ത് നിഅമത്താ എനിക്ക് കിട്ടിയത്? കാരണം നമ്മളാകെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ സാലറിയും വലിയ സുഖവും സൗകര്യവും നമ്മളെ നിഅമത്തതാ. നമ്മളാകെ കൂടി കണ്ട നിഅമത്ത് നല്ല ആൾക്ക്, വലിയ മുതലാളിമാരെ നമ്മളിങ്ങനെ കാണും. ഇതുപോലെ പേര് പറയാം, അന്നാള് എന്തായാലൊരു സൂപ്പർ മാർക്കറ്റ്, എന്തായാലും ഇങ്ങനെ വെച്ചടി ലോകത്ത്, അത് ഭയങ്കര സുഖമാണ് അയാൾ. നമ്മളാകെ കൂടി നിഅമത്ത് കാണുന്നത് അതാണ്. ഇതല്ല നിഅമത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ ഏതെല്ലാം വഴിക്ക്, ഏതെല്ലാം രൂപത്തിൽ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, എന്ത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ ചിന്തയുണ്ടാകുമ്പോ പിന്നെ എങ്ങനെ നന്ദി കാണിക്കാം? എനിക്കൊരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചാലല്ലേ ആ നന്മ ചെയ്തവനോട് എനിക്കൊരു നന്ദി ഉണ്ടാവുക. അതുകൊണ്ട് നന്ദി കാണിക്കണം അള്ളാഹുവിനോടെങ്കിൽ ആദ്യം ഒന്ന് നമ്മെ പറ്റി ഒന്ന് പഠിക്കാനുണ്ട്. എന്ത്? ഞാൻ ഏറെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട വ്യക്തിത്വമാണ്. എനിക്കെന്റെ റബ്ബ് കണക്കല്ലാതെ തന്നിട്ടുണ്ട്. എന്റെ റബ്ബ് തന്നതിനനുസരിച്ചൊന്നും എനിക്ക് അവനോട് ശുക്ർ കാണിക്കാൻ കഴിയാത്തവനാണ് ഞാൻ എന്ന കുറ്റബോധപൂർവം അതിങ്ങനെ സ്വയം സമ്മതിക്കണം. അതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു ഒരു ദുആ. ആ ദുആക്ക് റസൂലുള്ള തന്നെ പേര് പറഞ്ഞൊരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ്. അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്ന ദുആകളിലെ രാജാവാണത്.
നേതാവായ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വിശേഷിപ്പിച്ചത്? വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ, ആരെങ്കിലും ആ പ്രാർത്ഥന പകല് സമയത്ത് അതിൽ പറയുന്ന ആശയങ്ങളെ അവൻ ചൊല്ലിയ ആ പ്രാർത്ഥനയിലെ ആശയം മനസ്സിൽ ഒരക്കിട്ടുറപ്പിച്ചുകൊണ്ടൊരാളത് പകല് നേരത്ത് പറഞ്ഞാൽ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് ആ മനുഷ്യൻ മരിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക എങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, ആരെങ്കിലും രാത്രിയിലാണ് ഈ പ്രാർത്ഥന പറഞ്ഞതെങ്കിൽ ഇങ്ങനെ വഹുവ മൂഖിനും ബിഹാ, അതിലെ ആശയത്തെ അവൻ അരക്കിട്ടുറപ്പിച്ച് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഫമാത ഖബ്ല അൻ യുസ്ബിഹ, സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് അവൻ മരിച്ചുപോയാലോ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗ്ഗക്കാരനാണ്. അത്ര മുന്തിയ പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൽ നമുക്കൊരു വാചകം കാണാം. ആ പ്രാർത്ഥന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വഅന ലാ അഹ്ദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് നമ്മൾ ഇവിടെയും പല സ്ഥലങ്ങളിലുമായി വിശദീകരിച്ച പ്രാർത്ഥനയാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിൽ ഒരു വാചകമുണ്ട്, അതാണ് വിഷയവുമായിട്ടുള്ള ബന്ധം. അതിൽ നമ്മൾ അള്ളാഹിനോട് ഏറ്റുപറയുന്നൊരു സംഗതിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹിനോട് നമുക്ക് ശുക്ർ കാണിക്കാൻ തോന്നണമെങ്കിൽ ഒരു വിശ്വാസി ആദ്യം ചെയ്യേണ്ടതെന്ത്? എനിക്ക് ഏറെ നിഅമത്ത് നീ തന്നിട്ടുണ്ട് എന്ന് അംഗീകരിക്കലാണ്. അല്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എന്താന്നറിയില്ല, പടച്ചോൻ എന്റെ കാര്യത്തിലൊന്നും വലിയൊരു ശ്രദ്ധയൊന്നുമില്ലാന്ന്. ആകെ പരിവട്ടം, പരിദേവനങ്ങൾ, പ്രയാസങ്ങൾ, പ്രാരാബ്ദങ്ങൾ, ഒരു നിലക്കുമില്ല. എന്താ പതൊക്കെ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് കാര്യം? ഇങ്ങനെ ഈ ഇല്ലല്ലാ ഇല്ല ഇല്ലല്ല പാട്ടാണ് എല്ലാവരും എടുത്തു. ഇല്ല ഇല്ല ഇല്ല, ഉണ്ട് ഉണ്ട് എന്ന് ആരും പറയില്ല. ഇല്ലെങ്കിൽ നാലാൾ അറിയുണ്ടെങ്കിൽ ആരും അറിയില്ല, ഉണ്ടെങ്കിൽ ഓനോ അവന്റെ കുടിക്കാരും അറിയുള്ളൂ. ഓനെ നല്ലോണം ഉണ്ട് എന്നാൽ ആരും അറിയില്ല, വളരെ സ്വകാര്യമായിട്ട് വെക്കും. ഇല്ലെങ്കിലോ ആകെ പോയി, ആകെ പ്രശ്നം എല്ലാരോടും പറഞ്ഞു കൊടുക്കും, അല്ലേ? എന്നാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഏറെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അള്ളാഹിനോട് പറയുന്നു, അല്ലാഹുമ്മ അൻത റബ്ബി, നീ എന്റെ റബ്ബല്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി, നീയല്ലേ എന്നെ പടച്ചത്, നീ എന്നെ പടച്ചവനാണ്, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ കരാറനുസരിച്ച് ജീവിക്കേണ്ടവനാണ്, നിന്റെ കഴിവിന്റെ പരമാവധി നിന്റെ വാഗ്ദത്തത്തെ ഞാൻ പാലിക്കുന്നു, ഞാൻ ചെയ്തിട്ടുള്ള എന്റെ പ്രവർത്തനങ്ങളിലെ ശർറുകളിൽ നിന്ന് നിന്നോട് അഭയം ചോദിക്കുന്നു. ഇനി പറയുന്നത് നോക്കൂ, അബൂഉ ലക, നിന്നോട് ഞാനിതാ സമ്മതിച്ചു പറയുന്നു റബ്ബേ, നിന്റെ മുമ്പിൽ ഞാനിതാ സമ്മതിക്കുന്നു, ബിനിഅമതിക അലയ്യ, നീ എന്റെ മേൽ ധാരാളം നിഅമത്ത് തന്നിട്ടുണ്ടല്ലോ, നീ എനിക്കൊരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട് എന്ന് ഞാനിതാ നിന്നോട് സമ്മതിച്ചു പറയുന്നു. ഇത് നമ്മളിങ്ങനെ അർത്ഥം അറിയാതെ പറയുന്നുണ്ട്. ഇതും പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ പറയാം എനിക്കെന്ത് നിഅമത്താ കിട്ടിയത് എന്ന്. അപ്പൊ ഈ നിഅമത്ത് തനിക്ക് ലഭിച്ചിട്ടുണ്ട്, ധാരാളം എനിക്ക് അനുഗ്രഹം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന ചിന്തയാണ് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട പ്രാഥമികമായ ഗുണം എന്ന് പണ്ഡിതന്മാര് പറയാണ്. അതുപോലെ തന്നെ ആ നിലക്ക് ധാരാളം നിഅമത്തുകൾ കിട്ടിക്കഴിയുമ്പോ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്ത്? നീ ഇടയ്ക്കിടെ നിനക്ക് കിട്ടിയ നിഅമത്തിനെ പറ്റി പറയണം, ഇടക്കത് പറയണം, ഓർക്കണം. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ പറ്റി നീ വർത്തമാനം പറയണം, ഇടക്കതൊക്കെ പറയണം. എനിക്കെന്റെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനോടുള്ള നന്ദി, നീ അതിടക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം പിന്നെ ശുക്ർ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഇങ്ങനെ എനിക്കൊരുപാട് നിഅമത്ത് കിട്ടിയിട്ടുണ്ട്, കിട്ടിയ നിഅമത്തൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന ബോധം. ഏത് നിഅമത്തും അല്ലാഹ് തരുന്നതാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹി, നിങ്ങൾക്ക് എന്ത് നിഅമത്ത് കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ലാഹ് തരുന്നതാണ്. അവിടെയും നമ്മൾ ചിന്തിക്കണം. ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ ഓരോ തോന്നലുണ്ടാക്കും. പണ്ട് കാലത്തുള്ള ചില മുതലാളിമാരുടെ മനസ്സിൽ തോന്നലുണ്ടാക്കി, കഴിവുകൾ കിട്ടിയ ആളുകളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കി. അവർക്ക് അല്ലാഹു ഒരുപാട് കൊടുത്തപ്പോ അവര് മനസ്സിലാക്കി പോയി, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, ഞാൻ അധ്വാനിച്ചതാണ്, എന്റെ അറിവ് കൊണ്ട് നേടിയതാണ്, എന്റെ വിവരം കൊണ്ടുണ്ടായതാണ് എന്നിങ്ങനെ സ്വന്തം കാര്യത്തെക്കുറിച്ച് അഹങ്കാരികളായി പോകാറുണ്ട്. അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടുമ്പോഴും ആ കിട്ടിയതൊക്കെ എന്റെ റബ്ബിന്റെ നിഅമത്താണെന്ന് വിനയത്തോടുകൂടി ചിന്തിക്കാതെ കിബറന്മാരായി അഹങ്കാരികളായി പോയി നശിപ്പിക്കപ്പെട്ട പല സമുദായങ്ങളെയും അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം,
ഖാറൂൻ മുതലാളിയെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞില്ലേ, അവനോട് ആളുകൾ ഉപദേശിച്ചു, അള്ളാഹ് തന്നതല്ലടോ ഈ നിഅമത്തൊക്കെ, നല്ല മാർഗത്തിൽ ചെയ്ത് അള്ളാഹുടെ മാർഗത്തിലൊക്കെ ഒന്ന് ചെലവഴിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവനെന്താ പറഞ്ഞത്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീന്ന്, ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്, ഇതിലാർക്കും പങ്കൊന്നുമില്ല, എനിക്ക് ആരോടും ബാധ്യതയൊന്നുമില്ല. നശിപ്പിക്കപ്പെട്ടില്ലേ അവൻ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെയും അവന്റെ കൊട്ടാരമടക്കം ഭൂമിയിലേക്ക് അങ്ങ് ആണ്ടുപോയി. അവനെ സഹായിക്കാൻ പട്ടാളമുണ്ടായില്ല, പരിവാരങ്ങൾ ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളെപ്പോഴും അറിയണം, അള്ളാഹുടെ ഒരുപാട്, അത് ആണായാലും പെണ്ണായാലും ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എന്നുപോയോ അന്ന് നമ്മുടെ പരാജയമാണ്. ഇടയ്ക്കിടെ നമ്മൾ ഇങ്ങനെ ഓർക്കണം, പടച്ചോൻ ഇനി ഒരുപാട് എനിക്ക് തന്നിട്ടുണ്ടല്ലോ, എന്തുമാത്രം നിഅമത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന ബോധം നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം. അതിനൊരു വഴി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നില്ലേ, നിന്നെ കാണാൻ താഴെയുള്ളവരെ ഇടക്കിടക്ക് നോക്കണം, അപ്പോഴേ മനസ്സിലാവൂ. കണ്ണില്ലാത്തവരെ കാണുമ്പോ നിന്റെ കണ്ണിന്റെ വില എത്രയാ? വൈകല്യമുള്ള മനുഷ്യന്മാര് നടക്കാൻ പ്രയാസപ്പെടുന്നത് കാണുമ്പോ നിന്റെ കാലിന്റെ വില എത്രയാ? ഓരോ രൂപത്തിലുള്ള വിവിധ പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകളെ ഹോസ്പിറ്റലുകളുടെ റൂമുകളിൽ വെച്ച് കാണുമ്പോ അറിയാതെ നമ്മൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയാറില്ലേ, അൽഹംദുലില്ലാഹ്, റബ്ബേ എത്രമാത്രം സ്തുതിയാണ് നിനക്ക് പറയേണ്ടത്, അക്കടക്കുന്ന മനുഷ്യനും നിന്റെ അടിമയാണല്ലോ, അയാൾക്ക് നൽകിയ പരീക്ഷണം പോലൊരു പരീക്ഷണം എനിക്ക് തരാതെ നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ നന്ദിയുടെ വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര കടുത്തുറച്ച മനസ്സാണെങ്കിലും വന്നു പോകാറില്ലേ? അത് എപ്പോഴാണെന്നോ, മേക്കാൽ താഴെയുള്ളവരെ കാണുമ്പോ അതിനാ ചിന്ത വേണമെന്നാ റസൂൽ പറയുന്നത്. താഴോട്ട് നോക്കിക്കോ, അപ്പൊ നിനക്ക് കിട്ടിയ നിഅമത്തിന്റെ വലിപ്പറിയും. ഇത് മേപ്പെട്ടേ നോക്കുള്ളൂ, മേപ്പട്ടിക്ക് വലിയോടത്തേക്ക് മാത്രമേ നോക്കുള്ളൂ. എനിക്ക് അത്രല്ല, അവൻ അത്ര ഉണ്ട്, ഞാൻ എന്ത് നിഅമത്താ പിന്നെ എനിക്ക്? തന്നെ കാണാൻ താഴെയുള്ളവരെ നോക്കേ ചെയ്യൂല. അവന് കണ്ടോ ഒരു പ്രയാസവും പറയാ. എത്രയോ ആൾക്കാർ, നമ്മൾ വലിയ ഫ്ലാറ്റും വലിയ ബിൽഡിങ്ങും നോക്ക്, എന്താ എത്ര നേരമുള്ള ബിൽഡിങ്ങാ അവന്റെ പേരാ. അതിനിപ്പോ എന്താ നമ്മൾ ബേജാറായിട്ട് അള്ളാഹ് കൊടുത്തതല്ലേ, അതിനിപ്പോ എന്താ ബേജാറായിട്ട് വിഷമിച്ചിട്ട് എന്താ? അയാൾക്ക് അങ്ങനെ സൗകര്യന്റെ വർഷവും കൊടുത്ത് നിനക്ക് അങ്ങനെ തന്നിട്ടില്ല. നീ താഴോട്ട് നോയിക്കോ, നാട്ടിലിങ്ങനെ പോകുമ്പോ കണ്ടിട്ടില്ലേ എത്ര കുട്ടികളെയാണ് തൊട്ടിലിട്ട് ആട്ടുന്നത്? എവിടെ? വീട്ടിന്റെ ഉള്ളിലൊന്നുമല്ല, മരക്കൊമ്പത്താ തൊട്ടില്. നാടോടികള്, മഴയും വെയിലും ഒക്കെ അവർക്ക് അവിടെ തന്നെ. അവരെ വീടും മണിയറിയും അവരുടെ കൊട്ടാരവും കുടിലൊക്കെ അതന്നെ. എന്നിട്ട് അവർക്ക് എന്താ? അവരെ കാണുന്നില്ലേ? അപ്പൊ നീ നിന്റെ മക്കളെ സന്തോഷത്തോടു കൂടി കയ്യും പിടിച്ചിങ്ങനെ വാഹനത്തിൽ പോകുമ്പോ, വീട്ടിൽ താമസിക്കുമ്പോ കൊച്ചു കൂരയിലാണെങ്കിലും കണ്ടോ താരാവറ്റക്കുള്ളത്? എന്താ അവരുടെ ഒരു ജീവിതം? പടച്ചോനെ എന്തുമാത്രം അനുഗ്രഹം എനിക്ക് കിട്ടിയത്. മേപ്പെട്ട് നോക്കിയാൽ തോന്നൂല, മേപ്പെട്ട് നോക്കിയാൽ ഇല്ല 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 ഇല്ല. താഴെ നോക്കിയാലോ പടച്ചോനെ എത്ര നിഅമത്താ എനിക്ക് കിട്ടി, ഇതിനൊക്കെ ഞാൻ നിന്നോട് ശുക്ർ ചെയ്യുന്നുണ്ടോ? ഇതാ പറയാൻ പറഞ്ഞത്, അബൂലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ ഇതാ ഞാൻ സമ്മതിച്ചു പറയുന്നു നിന്റെ മുമ്പിൽ. ഇതിനൊന്നും ശുക്ർ കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ആ കുറ്റബോധം നിന്റെ മനസ്സിലുണ്ട് റബ്ബേ, ആ കുറ്റം ഞാൻ നിന്നോട് ഏറ്റുപറയുന്നുണ്ട്. അബൂലക ബിനിഅമതിക അലയ്യ വഅബൂലക ബിദംബി, എന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സമ്മതിച്ചു പറയുന്നു. ഇത് പറയണമെങ്കിൽ നിഅമത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന ബോധം എനിക്ക് ആദ്യം ഉണ്ടാകണം. അതിനാദ്യം നമ്മുടെ മനസ്സിൽ അല്ലാഹു എനിക്കൊരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട് എന്ന അറിവ് വേണം. അതോടൊപ്പം പിന്നെ ഉണ്ടാകേണ്ടത്, നിഅമത്ത് ഒരുപാട് കിട്ടിയെന്ന് വിശ്വസിച്ച് അംഗീകരിച്ചാലും പോരാ. ഇനി ശുക്രിന്റെ രണ്ടാമത്തെ പടി എന്താണെന്നോ, അല്ലാഹുവിനോട് കാണിക്കേണ്ട നന്ദിയുടെ രണ്ടാമത്തെ പടി, ഇങ്ങനെ നീ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹു തന്നതാണെന്ന് നീ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, പിന്നെ നീ ചെയ്യേണ്ടത് ആ അല്ലാഹുവിനോട് നിനക്ക് കിട്ടിയ നിഅമത്തുകളൊക്കെ അവന് പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് മാത്രമേ നീ വിനിയോഗിക്കാവൂ. അതാ പിന്നെ ചെയ്യേണ്ടത്. നമ്മുടെ ശരീരം മുഴുവൻ അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ വിശ്വസിച്ചോ ഉറപ്പിച്ചോ, എന്നാ പിന്നെ എങ്ങനെയാ ശുക്ർ ചെയ്യേണ്ടത്? ആ ശരീരം കൊണ്ട് അല്ലാഹു എതിർത്തിട്ടുള്ള ഒരു കാര്യവും പിന്നെ നീ ചെയ്തു പോകരുത്. കണ്ണെന്ന അനുഗ്രഹം അല്ലാഹു നിനക്ക് തന്നിട്ടുള്ളതിന് നീ കണ്ണുകൊണ്ട് ശുക്ർ ചെയ്യണം. എങ്ങനെയാ കണ്ണുകൊണ്ടുള്ള ശുക്ർ? അവൻ ഹറാമാക്കിയ സ്ഥലത്തേക്ക് പിന്നെ ഈ കണ്ണ് നീ പായിക്കരുത്. ഹറാമായത് പിന്നെ ഈ കണ്ണുകൊണ്ട് നീ കണ്ടാൽ നീ കാണിക്കുന്നൊരു നന്ദികേടാണ്. അവൻ തന്നിട്ടുള്ള കാത് എന്ന നിഅമത്ത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ, ഹറാമ് പിന്നെ നിന്റെ ഈ കാത് കൊണ്ട് നീ കേൾക്കാൻ പാടില്ല. അവൻ തന്ന നാവ് എന്ന നിഅമത്ത് നീ മനസ്സിലായി കഴിഞ്ഞാൽ, ഈ നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ലാതെ നീ വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹു തന്നതാണ് കയ്യ് എന്ന് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ആ കൈ കൊണ്ട് പിന്നെ നീ ഹറാമായ കാര്യം സ്പർശിക്കാൻ പാടില്ല.
ഹറാമ് വാങ്ങാൻ പാടില്ല, ഹറാമിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും അള്ള തന്ന നിഅമത്താണിത് എന്ന് നീ മനസ്സിലായി കഴിഞ്ഞാൽ, ആ മനസ്സിലാക്കൽ യഥാർത്ഥമാണോ എന്നറിയാൻ നിന്റെ ജീവിതത്തെ നീ ശുദ്ധീകരിക്കണം, സംസ്കരിക്കണം. അല്ലാഹു ഹറാമാക്കിയ യാതൊന്നിലേക്കും നിന്റെ അവയവങ്ങൾ നീ ചലിപ്പിച്ചുകൂടാ. അതാണ് ശുക്ർ. ധനം അല്ലാഹു ചെയ്ത നിഅമത്താണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ പടച്ച തമ്പുരാന് വെറുപ്പുള്ള മാർഗത്തിലേക്ക് ഒരു ദിർഹം പോലും, ഒരു ഫിൽസ് പോലും നീ ചെലവഴിക്കാൻ പാടില്ല. ഹറാമായ സംഗതിയിലേക്ക്, അത് നിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, നാട്ടുകാർക്കിടയിൽ സ്ഥാനത്തിന്റെ പ്രശ്നമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹറാമായ മാർഗത്തിലേക്ക് ഒരു ഫിൽസ് പോലും നീ ചെലവഴിക്കുന്നുവെങ്കിൽ അള്ള തന്ന മുതലിനോട് നീ നന്ദി കേടാ കാണിച്ചതെന്ന് മനസ്സിലാക്കണം. മറിച്ച് അള്ള തന്ന മുതൽ കൊണ്ട് നീ ഒരു കാരക്കയുടെ അത്ര പോലുമാണ് ധർമ്മം ചെയ്യുന്നതെങ്കിലും നീ ചെയ്തത് നന്ദിയാണ് എന്നും നീ മനസ്സിലാക്കിക്കോ. ഇതാണ് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെയാ ശുക്ർ കാണിക്കുക. പടച്ചോന്റെ നിഅമത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ബോധമാണ് ആദ്യം വേണ്ടത്. ആ കിട്ടിയ നിഅമത്ത് കൊണ്ടൊന്നും പിന്നെ അത് തന്ന ആൾക്ക് എതിർപ്പുള്ളതൊന്നും ചെയ്യരുത്. അങ്ങനെയാണല്ലോ, നമ്മളടുത്ത് ഒരാളൊരു സാധനം ഏൽപ്പിച്ചു പോയി, ഒരു സാധനം നമ്മളെടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു പോയി, ഇത് ഇവിടെ ഇരിക്കട്ടെ. നല്ലൊരു മനുഷ്യൻ നല്ലൊരു സംഗതി നമ്മളെടുത്ത് ഏൽപ്പിച്ചു, നമ്മൾ ആ വസ്തു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ അയാൾ തിരിച്ചു വരുമ്പോൾ സംഗതിയൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും നമ്മളോടുണ്ടാകുന്ന ഒരു ദേഷ്യവും കോപവും എത്രയായിരിക്കും. അർഹമുർ റഹീമീനായ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുകയാണ്, ഒരുപാട് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവന്റെ ആ മുഴുവൻ എന്തുണ്ടെങ്കിലും അത് അല്ലാഹുടെയാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹി, എന്ത് നിഅമത്ത് നിങ്ങൾക്കുണ്ടെങ്കിലും ഫമിനല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്, അള്ള തന്നതാണ് മുഴുവൻ. ആ ബോധം നമുക്കുണ്ടെങ്കിൽ പിന്നെ അള്ള തന്ന നിഅമത്ത്, അത് പണമാണെങ്കിലും കണ്ണാണെങ്കിലും കാതാണെങ്കിലും കയ്യാണെങ്കിലും കാലാണെങ്കിലും കൽബാണെങ്കിലും നാവാണെങ്കിലും, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നെ ഈ അവയവങ്ങളും ഈ പണവും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് മനസ്സ് വരും? അത് നമ്മുടെ ഈമാന്റെ കുറവുകൊണ്ടാണ്. അതുകൊണ്ട് ഈമാൻ ദൃഢമായി കഴിഞ്ഞാൽ, തന്റെ റബ്ബിനെ പറ്റി ശക്കൂർ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അവൻ നമുക്ക് ഇത്രത്തോളം ഇങ്ങോട്ട് പ്രതിഫലം തരുന്നല്ലോ, എത്രത്തോളം അനുഗ്രഹമാണ് അവൻ ചെയ്തു തരുന്നത്. ആ നിലക്കൊക്കെയും ചെയ്തു തരുന്ന റബ്ബിനോട് തുല്യമായി നന്ദി കാണിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിലും പരമാവധി എന്റെ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കണം എന്ന് എന്റെ റബ്ബനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ മഹാഭൂരിപക്ഷവും അതിന് തയ്യാറില്ല എന്ന് അല്ലാഹു തന്നെ പറയുന്നുണ്ട്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും നന്ദിയില്ലാത്തവരാണെന്ന് അല്ലാഹു തആല പറയുന്നത്. എന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാണെന്ന് അല്ലാഹു പറയുന്നു. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച വചനം അതാണ്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാകുന്നു എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുമ്പോൾ പടച്ചതമ്പുരാൻ ചെയ്തു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും, ആ അനുഗ്രഹങ്ങളെ മുഴുവൻ അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് നന്ദിയാകുന്നത്. അതാണ് നന്ദി. ചോനോട് കൂറ് കാണിക്കണം, അള്ളാഹിനോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞാൽ പോരാ. നമുക്ക് അള്ള ചെയ്തു തന്ന ഏത് നിയമത്തും, അള്ള തന്ന പണം കൊണ്ടൊരു ഹറാമായ സാധനം വാങ്ങരുത്, ഒരു ഹറാമായ കാര്യത്തിന് സഹായിക്കരുത്, ഒരു ഹറാമായ കാര്യത്തിലേക്ക് പോകരുത്. എല്ലാം നമ്മുടെ കയ്യും കണ്ണും കാലും മുഴുവൻ, നമ്മുടെ ശരീരവും നമ്മുടെ ധനവും നമ്മുടെ മനസ്സും എല്ലാം ആ നിലക്കാവുമ്പോഴേ ശുക്ർ പൂർത്തിയാകും. എന്തിനാണിത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെല്ലാരും നന്ദികേട് കാണിച്ചാലും അള്ളാഹ്ക്കൊന്നുമില്ല. നേരത്തെ പറഞ്ഞില്ലേ, അത് സൂറത്തു സുമറിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻ തക്ഫുറൂ, നിങ്ങൾ നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹ്ക്ക് നിങ്ങളെ ഒരാശ്രയവും ആവശ്യമില്ല. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അള്ളാഹ്ക്ക് എന്ത് വരാനാ? ഒന്നും വരാനില്ല. പടച്ചോന് നിങ്ങളിൽ നിന്നൊക്കെ നിരാശ്രയനാണ്. എന്നാൽ വലാ യർദാ ലിഇബാദിഹിൽ കുഫ്റ, തന്റെ അടിമകളിൽ നിന്ന് നന്ദികേട് അവൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. വഇൻ തശ്കുറൂ, നിങ്ങൾ നന്ദി കാണിച്ചാലോ യർദഹു ലക്കും, അള്ളാഹ്ക്ക് നിങ്ങളോട് വലിയ തൃപ്തിയാണ്. നന്ദികേട് കാണിച്ചാൽ നമുക്കെന്നെ ദോഷം. വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അത് തനിക്ക് തന്നെയാണ്, തന്നോടാണ് നന്ദി കാണിക്കുന്നത്. അഥവാ നമ്മൾ അള്ളാഹിനോട് നന്ദി കാണിച്ച ഉപകാരം നമുക്കാ. വമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദി കേട് കാണിച്ചാലോ അള്ളാഹ്ക്ക് വല്ലതും കുറയാനുണ്ടോ? നമ്മളെല്ലാം കൂടി തെമ്മാടികളായി മാറി പടച്ചോന് വല്ലതും കുറവുണ്ടോ? ഫഇന്ന റബ്ബീ ഗനിയ്യുൻ കരീം, മനസ്സിലാക്കി വെച്ചോ, എന്റെ റബ്ബ് ഗനിയാണ്, കരീമാണ്. നിങ്ങളെ ഒരു ശുക്ർ ആവശ്യമില്ല.
നിങ്ങൾ ശുക്രൊന്നും ചെയ്തില്ല, നമ്മളാരും ഒരു ശുക്രും അള്ളാഹ്ക്ക് ചെയ്തില്ല, എന്നാ അള്ളാഹുടെ അന്തസ് ഒട്ടും കുറയുന്നില്ല. ഇനി ഒരുപാട് ശുക്ർ ചെയ്തു കൊടുത്തു, എന്നാ അള്ളാഹുടെ അന്തസ്സൊന്നും കൂടുന്നില്ല. പടച്ച തമ്പുരാന് ഒരാളുടെ ഒരാവശ്യമില്ല, ഒരണുത്തൂക്കം ഒരാളിലും ഒരാശ്രയവും പടച്ച തമ്പുരാൻ ആവശ്യമില്ല. പിന്നെന്തിനാ? ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. എന്തേ നന്ദികേട് കാണിച്ചാൽ? അള്ള തന്ന നിഅമത്തിന് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിച്ചാലോ മല പോലെ വന്നത് മഞ്ഞ് പോലെ അങ്ങ് ഉരുക്കിക്കളയും പടച്ചവൻ. ഇതിന് ഒരുപാട് തെളിവ് ഖുർആൻ പറയുന്നുണ്ട്. മല പോലെ കൊടുത്തു നോക്കൂ അള്ളാഹു. നന്ദികേടാണോ കാണിക്കുന്നത്? സെക്കൻഡ് കൊണ്ട് നീക്കാനും പടച്ചവന് കഴിയും. വിശുദ്ധ ഖുർആൻ കുറെ കഥകൾ അതിലേക്ക് പറയുന്നുണ്ട്. ചില സൂചനകൾ മാത്രം പറയാം. സബഅ എന്ന് പറയുന്ന രാജ്യത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മക്ക രാജ്യക്കാർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ നാട്ടുകാരൊക്കെ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഇരട്ടിക്കിരട്ടി ശിക്ഷയാണ് നൽകിയത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഒരു നിഅമത്ത് അള്ളാഹ് നമുക്ക് തന്നിട്ട് അതിലൂടെ അള്ളാഹുവിന് ശുക്റാണ് കാണിക്കുന്നതെങ്കിൽ അള്ളാഹ് അത് പിന്നെയും പിന്നെയും തരും. നന്ദികേട് കാണിച്ചാലോ കടുത്ത ശിക്ഷയും കിട്ടും. എന്താ അള്ളാഹു തആല പറഞ്ഞത്? ലൈൻ ശകർത്തും, നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും, വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. നമ്മൾ സാധാരണ പറയാറുണ്ട്, കോരുന്ന കിണറിലെ വെള്ളമാണ് പുരോഗതിപ്പെടുക, നന്നാവുക, അല്ലാത്തത് പൊട്ടക്കിണറായി മാറും. കൊടുക്കുന്ന മുതലാണ് വർധനവുണ്ടാകുക. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൽ അള്ളാഹുവിന്റെ നിഅമത്ത് പിന്നെയും പിന്നെയും വരും. നേരെ മറിച്ച് നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ അള്ളാഹ് പറയുന്നു, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനം തന്നെയാണ്. അപ്പൊ നന്ദികേട് കാണിച്ചവരെ ഒക്കെ അള്ളാഹു ആ കൊടുത്ത നന്ദി ഒരു നിലക്കുള്ള അനുഗ്രഹങ്ങളും പിന്നെ ബാക്കി വെക്കാതെ ചൂടും ശിക്ഷിച്ചു കളഞ്ഞ, നശിപ്പിച്ചു കളഞ്ഞ സംഭവങ്ങൾ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നമ്മളോട്. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളോടും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്ത്? തന്ന നിഅമത്ത് പിൻവലിക്കരുത് റബ്ബേന്ന്. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖ്തിക. അല്ലാഹുവേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നു. മിൻ സവാലി നിഅമതിക, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതില്ലെന്ന്. നീ തന്ന നിഅമത്താണ് നീക്കിക്കളയ പടച്ചോനെ. എന്റെ കഴിവുകേട് കൊണ്ട്, അറിവുകേട് കൊണ്ട് നീ തന്ന നിഅമത്തൊന്നും നീങ്ങിപ്പോകരുതേ, എന്നിൽ നിന്ന് നീക്കിക്കളയരുതേ. എനിക്ക് കിട്ടിയ നിഅമത്ത് എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതില്ലെന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. തഹവ്വുലി ആഫിയതിക, നീ നൽകിയ ആരോഗ്യവും അതുപോലെ തന്നെ സുഖവും ആ നിലക്കുള്ള സൗഖ്യവും ഒക്കെ അങ്ങ് മാറ്റപ്പെടുന്നൊരവസ്ഥ, നീങ്ങിപ്പോകുന്ന അവസ്ഥ, പെട്ടെന്നുണ്ടാകുന്ന ശിക്ഷകൾ, നിന്റെ കോപം, എല്ലാത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ച തമ്പുരാന്റെ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അവന്റെ ഈ പേരുണ്ടല്ലോ, ഷക്കൂർ, ഷാക്കിർ, അള്ളാഹിനെ പറ്റി അത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി എന്താ ഗ്രഹിക്കേണ്ടത്? റബ്ബിന്റെ സ്വഭാവം എന്താണ്? റബ്ബിന് നമ്മൾ ഒരിത്തിരി അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോഴേക്ക് തന്നെ ഇരട്ടിയായിട്ടാ അള്ളാഹു ഇങ്ങോട്ട് പ്രതികരിക്കുന്നത്. അവൻ ഏറെ നന്ദിയുള്ളവനാണ്. ആ സ്വഭാവമുള്ള അള്ളാഹു ഏറെ നന്ദി നമ്മോട് ചെയ്ത് നമുക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോ ആ റബ്ബിന്റെ അടിമകളായ നമ്മുടെ ബാധ്യതയാണ് അവൻ ചെയ്തു തന്ന നിഅമത്തിന് നമ്മൾ അങ്ങോട്ട് ശുക്ർ കാണിക്കൽ. ആ ശുക്ർ കാണിക്കാതെ അള്ളാഹുടെ നിഅമത്തും ആസ്വദിച്ച് ഈ ഭൂമിയിൽ നടന്ന് ധിക്കാരികളായി അവന്റെ കൽപ്പനകളെ ചവിട്ടി മതിച്ച് അവന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഹറാമും ചെയ്ത് ഹറാമിലൂടെ ജീവിച്ചാൽ നാളെ പരലോകത്ത് കഠിനതരമായ ശിക്ഷ കിട്ടുന്നതിന് പുറമെ ഈ ലോകത്ത് തന്നെ അവൻ നമുക്ക് ചെയ്ത നിഅമത്തുകളെ അവൻ നീക്കിക്കളയും. രണ്ട് ലോകത്തും അതുകൊണ്ട് കടുത്ത അപമാനമാണ് വരാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് കൂടി അള്ളാഹു നൽകുന്നു. അതുകൊണ്ട് ശക്കൂറായ ഷാക്കിറായ റബ്ബിനെ നമ്മൾ അറിയുക. ആ റബ്ബ് നമുക്ക് ഏറെ നന്ദിയോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു കർമ്മങ്ങളെയും നിസ്സാരമായി തള്ളാതെ ഏത് കാര്യങ്ങളെയും ധാരാളം പുണ്യകർമ്മങ്ങളെ ഒരു സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ എത്രയും സംഗതികൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ നോക്കുക. പടച്ചതമ്പുരാന്റെ അടുക്കൽ അവന്റെ ഖജനാവിൽ അതിനൊക്കെയുള്ള പുണ്യം നമുക്ക് അളക്കാനോ കണക്കാക്കാനോ കഴിയാത്തത്ര വിശാലമാണ്. അങ്ങനെ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴേക്ക് തന്നെ വലിയ പ്രതിഫലം നൽകുന്ന ശക്കൂർ, ഏറെ നന്ദിയുള്ളവനാണ് എന്റെ റബ്ബ് എന്ന് നാം ഗ്രഹിക്കുക. റബ്ബിന്റെ ആ വിശാലത, അല്ലാഹുവിന്റെ ആ സ്നേഹത്തിന്റെ അളവ്
പടച്ചതമ്പുരാൻ അവന്റെ സൃഷ്ടികളോടുള്ള കാരുണ്യത്തിന്റെ ആ മഹത്വം അതൊക്കെ ഈ നാമം ഗ്രഹിക്കുന്നതിലൂടെ നമ്മൾ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ ദോഷികളായ പാപികളായ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരികയും കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് യഥാവിധി ശുക്ർ രേഖപ്പെടുത്തുന്ന, ശുക്ർ ചെയ്യുന്ന, നന്ദിയോടുകൂടി നന്ദിയുള്ള അടിമകളായി ജീവിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله.